SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം ജില്ലയ്ക്കെതിരായുള്ള വിവാദ പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളപൂശാൻ ശ്രമിച്ചതും മലപ്പുറത്തെ പറ്റി എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് മുസ്ലിം ലീഗിനെ പറ്റിയാണെന്ന് തിരുത്തി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ വർഗീയ ചിന്താഗതികളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും RSSന്റെയും BJPയുടെയും ഒക്കെ അതേ ചവിട്ടുപടിയിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും പോകുന്നത് എന്ന തരത്തിലേക്കുള്ളൊരു വാദവും VD സതീശൻ ഉയർത്തുന്നുണ്ട്. ഇതിൽ CPIയുടെ പക്ഷം എന്താണെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. CPI ഇനിയും ഇത്തരത്തിലുള്ള വിഴുപ്പ് ചുമക്കുവാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്കുള്ളൊരു ചോദ്യം കൂടി VD സതീശൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും കാഴ്ചപ്പാടില്ലാത്ത, ആഴ്ചപ്പാട് മാത്രമുള്ള, ആഴ്ചയിൽ നിലപാടുകൾ മാറ്റിപ്പറയുന്ന ആഴ്ചപ്പാട് മാത്രമുള്ള ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷം മാറുന്നു എന്നൊരു പരിഹാസം കൂടി പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അത് അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. CPM നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് പിന്തുണ കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചില്ലെന്ന്, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ CPM നേതാക്കൾ അതല്ലല്ലോ ചെയ്തത്. അധികാരത്തിന്റെ കൂടെ നിൽക്കുക എന്നാണ് തീരുമാനം. അപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ CPM നേതാക്കന്മാർക്ക് കാഴ്ചപ്പാടല്ലല്ലോ, ആഴ്ചപ്പാടാണുള്ളത്. ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അപ്പം ഇത് എത്ര ദിവസം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തും മുന്നണിയിലും പുകയുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ്. ആരെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മത്സരിച്ച് സ്തുതിപാഠ സംഘം മത്സരിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കാരണഭൂതനാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായി ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും വരട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന്. ഞങ്ങൾ എന്തായാലും അതിശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ള നിലപാടാണ്. CPI ആ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. ഉറപ്പായിട്ടും അവർ എടുക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ ആള് കുറയാണ്, മുഖ്യമന്ത്രി നന്നായി ചൂടാകുക. അല്ല, മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ശുഭിതനാകരുത്, അങ്ങ് ഇതുപോലെ ശുഭിതനാകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തിന്. അത് അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഭയങ്കരമായി ശുഭിതനായി. ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇപ്പം നിങ്ങൾ എന്നോട് എന്തൊക്കെ ചോദിച്ചു? എനിക്ക് ഇഷ്ടമുള്ള ചോദ്യം അല്ലല്ലോ നിങ്ങൾ ചോദിക്കണേ. നിങ്ങൾ രാവിലെ വന്നിട്ട് എന്നെ എങ്ങനെയും പെടുത്താൻ പറ്റുമെന്നുള്ള ചോദ്യമല്ലേ നിങ്ങൾ ചോദിക്കണം. അത് മനസ്സിലാക്കി ഞാൻ അതിനോട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ശുഭിതനായല്ലോ. അപ്പം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, യോഗത്തിലാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും അങ്ങിങ്ങനെ ശുഭിതനാകരുത് എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ്, അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തെളിവുണ്ട്. അത് ഗുരുതരമായ കണ്ടെത്തലല്ലേ? സർക്കാരിന്റെ ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ ആഘാതമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ പെടുന്നത്. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പൊ ജയിലിലാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ജയിലിലായിരുന്നു കുറെ നാൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി. ആദ്യ ഭരണത്തിന്റെ, രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി, പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെ പറ്റി. ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ, വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ച അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലേ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ. മാത്രമല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടെന്ന് CBI അന്വേഷിക്കാൻ പറഞ്ഞത്. വലിയ അടിയാണ്. മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭിതനാകുന്നത്. ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭിതനാകുന്നത്. ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭിതനായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പൊ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. വഖഫിന്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, വർഗീയതയ്ക്ക് കുടചൂടി കൊടുക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണെന്ന് അറിയില്ല എനിക്ക് കേസ്. സംഘപരിവാറിന് കേരളത്തിൽ ഒരു അജണ്ടയുണ്ട്, ഭിന്നിപ്പിക്കുക.
ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കൊട ചൂടി കൊടുക്കുകയാണ്. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം. കൊട ചൂടി കൊടുക്കുക. സംഘപരിവാറിനെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം. കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ സംസ്ഥാന ഗവർണർ അബ്ദുൽ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ശരിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. സുപ്രീം കോടതി വിധിയെ കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഖേദകരമാണ്. അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, രണ്ടംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിംഗ് ആണ്, ഭരണഘടനാപരമായി ബൈൻഡിംഗ് ആണ്. ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം. സുപ്രീം കോടതി വിധി വന്നാൽ അത് 2 അംഗങ്ങൾ നടത്തിയ വിധിയല്ലേ, അത് ഫുൾ ബെഞ്ചിൽ പോകേണ്ട വിധിയല്ലേ. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്? സുപ്രീം കോടതി വിധി ബൈൻഡിംഗ് ആണ്. നമുക്കെതിരെ വന്നാലും ബൈൻഡിംഗ് ആണ്. വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. പക്ഷെ ഗവർണർ അങ്ങനെ ഒരു പരാമർശം, ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് കോടതി. ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി ഇങ്ങനെ ഒരു അനുചിതമായി അദ്ദേഹത്തിന്റെ ആ കമന്റ് അനുചിതമായി പോയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു വയനാട് DC ട്രഷററുടെ ഒരു കട ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കോൺഗ്രസിന്റെ വരുത്തി വെച്ചതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ സെറ്റിൽ ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് വീണ്ടും MV ഗോവിന്ദൻ അക്കാര്യം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അവർക്കെന്താ അതിന്റെ അത് കാര്യം? MV ഗോവിന്ദൻ എന്താ കാര്യം? MV ഗോവിന്ദന് വേറെ ഒരുപാട് കാര്യം നോക്കാണ്ട് അത് പോയി അന്വേഷിക്കും.